സഖാക്കൾ ഭരിക്കുന്നിടത്തെല്ലാം സാധാരണക്കാരുടെ പണം കവർന്നെടുക്കുന്ന ഒരു കൊള്ള സംഘമായിട്ട് CPIM മാറിയിരിക്കുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വീണ്ടും തെളിഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സാധാരണക്കാരന്റെയും കർഷകന്റെയും വിയർപ്പ് തുള്ളികളെ കവർന്നെടുക്കുന്ന ഒരു അധോലോക കൊള്ള സംഘമായിട്ട് ഈ CPIM എന്ന പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കരുവന്നൂരിലും കണ്ടലയിലും കരുവാരക്കുണ്ടിലും നാം കണ്ട അതേ തട്ടിപ്പ് തിരക്കഥ തന്നെയാണിപ്പോൾ തോപ്രാംകുടിയിലും CPIM നേതാക്കൾ അരങ്ങേറിയിരിക്കുന്നത്. പാവപ്പെട്ട തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പേരിൽ വ്യാജ ഗ്രൂപ്പ് ഉണ്ടാക്കി വ്യാജ ഒപ്പുകളും രേഖകളും ചമച്ച 10.25 കോടി രൂപയാണ് CPIM നിയന്ത്രിക്കുന്ന ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് പകൽ വെളിച്ചത്തിൽ കൊള്ളയടിച്ചത്. നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് കോടികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ ഈ സഖാക്കൾ തട്ടിപ്പ് പുറത്തായപ്പോൾ ഇരുട്ടിന്റെ മറവിൽ 200-ലധികം വായ്പാ ഫയലുകളാണ് ബാങ്കിൽ നിന്നും മുക്കിയത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ മറവിൽ പാർട്ടി നേതാക്കൾക്ക് എന്തുമാകാമെന്ന അഹങ്കാരത്തിനാണ് സഹകരണ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിലൂടെ ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. ബാങ്ക് സെക്രട്ടറി സുനിത കുമാരിയും മുൻ പ്രസിഡന്റ് ഷൈൻ തോമസും ഉൾപ്പെടെയുള്ള 12ഓളം വരുന്ന CPIM സംഘം പാവപ്പെട്ടവനെ കാശുകൊണ്ട് സ്വന്തം വീടുകളും സാമ്രാജ്യങ്ങളും പടുത്തുയർത്തിയപ്പോൾ തകർന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ വിശ്വാസമാണ്. 2020 മുതൽ 2026 ജനുവരി വരെയുള്ള കാലത്താണ് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നത്. 11 അംഗ ഭരണസമിതിയിൽ 9 പേർ CPIMകാരാണ്. അംഗങ്ങളുടെയും ബന്ധുക്കളുടെയും പേരിലും വ്യാജ പേരിലും വായ്പകൾ അനുവദിച്ചും SHG, GLG എന്നിവ രൂപീകരിച്ചുമാണ് പണം തട്ടിയെടുത്തത്. ഒരംഗത്തിന് 50,000 രൂപ വീതം 100 കണക്കിന് അംഗങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ മാറിയെടുത്തായിരുന്നു തട്ടിപ്പ്. സംഭവം പുറത്തായതോടെ 236 വായ്പാ അപേക്ഷകൾ ബാങ്കിൽ നിന്നും കാണാതായി. സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും 3 സ്ഥിരം ജീവനക്കാരും 9 താൽക്കാലിക ജീവനക്കാരും ചേർന്നാണ് 10 കോടിയോളം രൂപ തട്ടിയെടുത്തത്. ഇവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സെക്രട്ടറി സുനിത കുമാരി 3 കോടി 17 ലക്ഷം രൂപയാണ് ബാങ്കിൽ അടയ്ക്കേണ്ടത്. മുൻ പ്രസിഡന്റ് ഷൈൻ തോമസ് 82 ലക്ഷം രൂപ അടയ്ക്കണം. ഇങ്ങനെ പോകുന്നു തട്ടിപ്പിന്റെ കണക്കുകൾ. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥിരം ജീവനക്കാരായ 3 പേരെ സസ്പെൻഡ് ചെയ്തു. സെക്രട്ടറിയും ജീവനക്കാരും അഡ്വാൻസായി എടുത്ത വൻ തുക തിരിച്ചടച്ചിട്ടില്ല എന്നും പരിശോധനയിൽ കണ്ടെത്തി. ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും വായ്പ എടുക്കാൻ പാടില്ല എന്നുള്ള നിയമവും കാറ്റിൽ പറത്തി. 20 കോടി രൂപ കേരള ബാങ്കിനും 10 കോടി രൂപ നിക്ഷേപകർക്കും കൊടുക്കാനുണ്ട്. എന്നാൽ 13 കോടി രൂപ മാത്രമേ തിരിച്ചു കിട്ടാനുള്ളൂ. സംഭവത്തിൽ അടുത്ത തലത്തിലുള്ള അന്വേഷണം നടത്തുവാൻ സഹകരണ വകുപ്പും തീരുമാനിച്ചിട്ടുണ്ട്. 300 കോടിയോളം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. അതിപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത തട്ടിപ്പ്. ED സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ സാക്ഷാൽ CPIMന്റെ മുതിർന്ന നേതാക്കളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് രാജ്യത്തെ തന്നെ അത്യപൂർവമായ നടപടിയായിരുന്നു. കേസിൽ 68ാം പ്രതിയായിട്ട് CPIMനെ പ്രതി ചേർത്തപ്പോൾ പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ AC മൊയ്തീൻ, മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ലോക്സഭ MP K രാധാകൃഷ്ണൻ എന്നിവരിലേക്ക് അന്വേഷണം നീളുകയും കുറ്റപത്രത്തിൽ വ്യക്തമായി പരാമർശിക്കപ്പെടുകയും ചെയ്തു. വ്യാജ പ്രമാണങ്ങൾ ഉണ്ടാക്കൽ, ഒരേ വസ്തു പലതവണ പണയപ്പെടുത്തി ബിനാമി വായ്പകൾ അനുവദിക്കൽ, ബാങ്ക് അംഗങ്ങൾക്ക് പോലുമല്ലാത്തവർക്ക് വഴിവിട്ട് കോടികൾ നൽകൽ എന്നിവയായിരുന്നു കരുവന്നൂരിലെ പ്രധാന തട്ടിപ്പ് രീതികൾ. ഈ കൊള്ളയുടെ പങ്ക് പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണത്തിനും തെരഞ്ഞെടുപ്പ് ഫണ്ടുകളിലേക്കും വകമാറ്റിയതായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഇന്ന് 30,000-ലധികം പാവപ്പെട്ട നിക്ഷേപകരുടെ 260ഓളം കോടി രൂപയാണ് ബാങ്കിൽ തിരികെ ലഭിക്കാതെ കുടുങ്ങിക്കിടക്കുന്നത്. അവിടം കൊണ്ടും തീർന്നില്ല CPIMന്റെ ആർത്തി. അടുത്തത് അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക് ആയിരുന്നു. കരുവന്നൂരിലെ പ്രധാന പ്രതികളിൽ ഒരാളായ സതീഷ് കുമാർ വഴിയും മറ്റ് പ്രാദേശിക ഭരണ നേതൃത്വത്തിന്റെ ഒത്താശയോടും കൂടി കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ അയ്യന്തോൾ ബാങ്ക് ഉപയോഗിച്ചതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇവിടെ വൻതോതിൽ ബെനാമി അക്കൗണ്ടുകൾ നിർമ്മിച്ച് വായ്പകൾ തട്ടിയെടുക്കുകയായിരുന്നു രീതി.
വായ്പാ വിതരണത്തിലും നിക്ഷേപ സ്വീകരണത്തിലും സഹകരണ വകുപ്പിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി പാർട്ടി നിയോഗിച്ച ഭരണസമിതികൾ കോടികളുടെ സാമ്പത്തിക തിരിമറി നടത്തിയ മാപ്രാണം പെരിങ്ങണ്ടൂർ ബാങ്കുകൾ കൂടാതെ കണ്ടല സർവീസ് സഹകരണ ബാങ്ക് വഴി ഇപ്പോൾ ബ്രഹ്മഗിരിയിൽ നിന്നും തോപ്രാംകുടിയിൽ വന്ന് നിൽക്കുന്നു ഈ തട്ടിപ്പു രീതികൾ. ഇത് ഇനിയും കൂടാം. ഇന്ന് സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിരുന്ന ജനകീയ സമരങ്ങളെക്കുറിച്ച് വാചാലരാകുകയും ധാർമ്മികത പ്രസംഗിക്കുകയും ചെയ്യുന്ന CPM നേതൃത്വം സ്വന്തം പാർട്ടി നേതാക്കൾ നടത്തിയ ഈ പരസ്യമായ ജനദ്രോഹത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തോട് മറുപടി പറഞ്ഞേ മതിയാകൂ. ഭരണത്തിലിരുന്നപ്പോൾ തങ്ങളുടെ സ്വന്തക്കാരെ തിരികെ കയറ്റിയ ബാങ്കുകൾ കൊള്ളയടിച്ച ഇവർ ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്ന സന്ദേശം കൂടി നൽകുന്നു. പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ വിലയായ ഓരോ പൈസയും തിരികെ ലഭിക്കുന്നതുവരെ ഈ പകൽ കൊള്ളയ്ക്ക് നേതൃത്വം നൽകി ഓരോ സഖാവിനെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കുന്നതുവരെ കോൺഗ്രസിന്റെ പോരാട്ടം തെരുവിലും കോടതിയിലും തുടരുക തന്നെ ചെയ്യും.